പാലക്കാട് ജില്ലയിൽ മഴ ഇപ്പോഴും തുടരുകയാണ്. ചിറ്റൂർ പുഴ, കൽപ്പാത്തി പുഴ, ഗായത്രി പുഴ, ഭവാനി പുഴ, പാലക്കാട്ടെ എല്ലാ പുഴകളിലും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തിരുനെല്ലായി ചെക്ക് ഡാമിൽ ശക്തമായ കുത്തൊഴുക്കുണ്ട്. വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്ക് പരിക്കേറ്റു. ചന്ദ്രനഗർ സ്വദേശി സരോജിനിക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ സരോജിനിയുടെ കൊച്ചുമകൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വിവരങ്ങളുമായി തിരുനെല്ലായി ചെക്ക് ഡാമിൽ നിന്ന് ഇക്ബാൽ ഇറക്കലുണ്ട്. ഇക്ബാൽ, പാലക്കാട്ട് ഒന്ന് മഴ തോന്നുമെന്ന് കരുതിയതാണ്, വീണ്ടും മഴ പെയ്യുകയാണോ? എന്താണ് ഇവിടുത്തെ പുഴകളിലേക്ക് അവസ്ഥ? ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എന്താ പ്രത്യേകത? അരുൺ, അതായത് ഇന്നലെ രാത്രി മുതൽ പാലക്കാട് മഴ ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പാലക്കാട് മഴ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പുഴകളും വലിയ രീതിയിൽ നീരൊഴുക്കുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലായിലാണ്. തിരുനെല്ലായിൽ ഈ ചിറ്റൂർ പുഴ ഒഴുകി വരുന്ന മേഖലയാണ്. ആളിയാർ ഡാം തുറന്നതോടുകൂടിയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു നീരൊഴുക്ക് ഈ മേഖലയിലൂടെ ഉള്ളത്. യാക്കരയിലെ ചെക്ക് ഡാമും തിരുനെല്ലായിലെ ചെക്ക് ഡാമും എല്ലാം ഇപ്പോൾ ഇത്തരത്തിൽ നിറഞ്ഞൊഴുകുകയാണ്. നമുക്കൊരു പക്ഷേ ദൃശ്യങ്ങളിൽ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ദൃശ്യങ്ങൾ കാണിച്ചു തരും. ഈ പുഴ ഇപ്പോൾ കര കവിഞ്ഞ് ഈ മേഖലയിലേക്കെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ചെക്ക് ഡാമിൽ ശക്തമായിട്ടുള്ള കുത്തൊഴുക്കും ഇപ്പോൾ ഉണ്ട്. ആരും തന്നെ പുഴയിലേക്ക് ഇറങ്ങരുത് എന്ന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ അധികൃതരും നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇതുകൊണ്ടാണ്. ഒരാൾ താഴ്ചയുണ്ട് ഈ ചെക്ക് ഡാമിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന മേഖലയിൽ. അവിടെയെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ നീരൊഴുക്കുന്നുണ്ട്. ആളുകളോടും എല്ലാം ഇവിടേക്ക് ഇറങ്ങുന്നതിൽ വലിയ രീതിയിൽ ഒരു ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നതും. ഏതായാലും ചിറ്റൂർ പുഴയിലും അതുപോലെ തന്നെ കൽപ്പാത്തി പുഴയിലും ഭവാനി പുഴയിലും ഗായത്രി പുഴയിലും എല്ലാം നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ചുള്ളിയാർ ഡാം കൂടി തുറക്കുന്നതോടുകൂടി ഗായത്രി പുഴയിലെ നിലവിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ഉയരും. അതുകൊണ്ട് തന്നെ പിന്നീട് ആലത്തൂർ മേഖലയിലുള്ള അവിടെയെല്ലാമുള്ള ചെക്ക് ഡാമുകളിലും അതുപോലെ തന്നെ നിലമ്പതികളിലും എല്ലാം വെള്ളത്തിന്റെ ഒഴുക്കും ജലനിരപ്പും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ നിർദ്ദേശങ്ങളൊന്നും ആരും തന്നെ തെറ്റിക്കരുത്. കാരണം ഇതാണ് പാലക്കാട് ജില്ലയിലെ അവസ്ഥ. എല്ലാ പുഴകളും ഇത്തരത്തിൽ ശക്തമായ നീരൊഴുക്കിലൂടെയാണ് പോകുന്നത്. തിരുനെല്ലായി ചെക്ക് ഡാമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അരുൺകുമാർ. അതായത് ഇപ്പോൾ ഈ മേഖലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ തൊട്ട് ഇപ്പുറത്തേക്കെല്ലാം ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ മരങ്ങൾ നിൽക്കുന്ന മേഖലയിലേക്കെല്ലാം ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ള ഒരു അവസ്ഥ നിലവിലുണ്ട്. ഇനി കൂടുതൽ വെള്ളം എത്താനൊരു സാധ്യതയുണ്ട്. കാരണം ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയാൽ ഇപ്പോൾ നിലവിൽ ആളിയാറിന്റെ 11 ഷട്ടറുകൾ 12 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. കൂടുതൽ ഈ ഉയരം ഷട്ടറുകൾ ഉയർത്തിയാൽ ഇനിയും നീരൊഴുക്ക് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ആരും തന്നെ സാഹസത്തിന് മുതിരരുത്. ഈ പുഴകളിൽ കുളിക്കാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ എന്തായാലും ആ ദൃശ്യങ്ങൾ നമ്മളെ അല്പം ഭയപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കരുതിയിരിക്കുക. ഈ സ്ഥലങ്ങളിലൂടെ ഒന്നും നിങ്ങൾ പോയി ഇറങ്ങാൻ നിൽക്കരുത്, മീൻ പിടിക്കാൻ പോകരുത്. ഈ സമയത്ത് വലിയ നീരൊഴുക്കുണ്ട് പാലക്കാട്ട് പല പുഴകളിലും. വീണ്ടും ഒരു കുഞ്ഞിടവേളയ്ക്ക് ശേഷം പാലക്കാട്ട് നല്ല മഴ, കനത്ത മഴ തുടരുകയാണ്.